ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. മഹാഭാരതമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സഭാപർവ്വതത്തിലെ തന്നെ 6ാമത്തെ പർവ്വമായ അഗ്നിശാപത്തെക്കുറിച്ച് ഒന്ന് പറയാം. സൂതൻ പറഞ്ഞു, ഹേ ദ്വിജോത്തമന്മാരെ, അഗ്നിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാക്ഷസൻ വരാഹരൂപമെടുത്ത് ആ പുലോമയെ പിടിച്ച് വായുവേഗത്തിൽ കൊണ്ട് ഓടിക്കളഞ്ഞു. ഉടനെ തന്നെ ആ പുലോമയുടെ വയറ്റിലെ ഗർഭം ഇളകി ച്യവനം ചെയ്തു. ഗർഭം ഇളകി അലസി പുറത്തു ചാടി. അങ്ങനെ ച്യവനം ചെയ്തു. അങ്ങനെ ച്യവനം ചെയ്തതുമൂലം അവന് ച്യവനൻ എന്ന പേര് പ്രസിദ്ധമായി. ജനനിയുടെ ജഠരത്തിൽ നിന്ന് പുറത്തുവന്ന് ഘനസൂര്യപ്രകാശനായി ശോഭിക്കുന്ന കുട്ടിയെ കണ്ട് ഉടനെ ആ രക്ഷസ് ആ തേജസ്സിൽ ഭസ്മമായി പോയി. ഭൃഗുനന്ദനനായ ആ ച്യവന ചെറു പൈതലിനെയെടുത്ത് ദുഃഖത്തോടെ ആ പുലോമ തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ദുഃഖിച്ച് കണ്ണീരൊലിപ്പിച്ചു കരയുന്ന തൻ്റെ പുത്രഭാര്യയായ ഭൃഗുപത്നിയെ കണ്ട് ബ്രഹ്മാവ് സാന്ത്വനിപ്പിച്ചു. അവളുടെ ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരാൽ കണ്ണുനീര് പോയ വഴിക്ക് ഒരു പുഴയായി ഒഴുകി എന്നാണ് പറയുന്നത്. ആ പുലോമയുടെ കണ്ണുനീര് കൊണ്ടുണ്ടായ പുഴ കണ്ട് തൻ്റെ വധുവിൻ്റെ കണ്ണുനീർ പുഴയ്ക്ക് വധുസര എന്ന് ലോകപിതാമഹനായ ബ്രഹ്മാവ് പേരുകൊടുത്തു. ഇന്നും ച്യവനാശ്രമ ഭാഗത്തേക്ക് അത് ഒഴുകുന്നുണ്ട്. ഇപ്രകാരമാണ് ഭൃഗുപുത്രനായ ഭഗവാൻ ച്യവനൻ ജനിച്ചത്. ച്യവനനെയും തൻ്റെ തരുണിയായ ഭാര്യയെയും ഭൃഗു കണ്ടു. അവൻ കോപിച്ച് പുലോമയോട് ചോദിച്ചു. ഭൃഗു പറഞ്ഞു, നിന്നെ ഹരിക്കുവാൻ വന്ന ആ രാക്ഷസനോട് ആരാണ് നിന്നെ പറഞ്ഞുകൊടുത്തത്? സുമുഖിയായ നീ എൻ്റെ ഭാര്യയാണെന്നുള്ള വൃത്താന്തം മറ്റാരും പറയാതെ അവൻ അറിയുകയില്ല. വേഗം പറയൂ, ഞാൻ അവനെ ഇപ്പോൾ തന്നെ ശപിക്കും. ഈ എൻ്റെ ശാപത്തെ ഭയപ്പെടാത്ത ഏതൊരുത്തനാണ് ഈ വികൃതി ചെയ്തത്? പുലോമ പറഞ്ഞു, എന്നെ ആ രക്ഷസിന് കാട്ടിക്കൊടുത്തത് അഗ്നിയാണ്. പിന്നെ പുരരിപ്പക്ഷി പോലെ വിലപിക്കുന്ന എന്നെ ബലമായി ആ രാക്ഷസൻ പിടിച്ചുകൊണ്ടു ഓടി. ഈ സൽപുത്രൻ്റെ മഹസാൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നെ കൈവിട്ട് ആ രാക്ഷസൻ വെണ്ണീറായി വീണു. ആ ദുഷ്ടരാക്ഷസൻ അവസാനിച്ചു. ഇപ്രകാരം അവൾ പറഞ്ഞപ്പോൾ ഭൃഗുവിന് അഗ്നിയുടെ നേരെ കോപമുണ്ടായി. അഗ്നിയെ നോക്കി ശപിച്ചു ഭൃഗു മഹർഷി, ഹേ അഗ്നി, നീ സർവഭക്ഷകനാകട്ടെ. ഇനി അഗ്നിശാപമോചനമാണ്. അത് അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.